ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് റെസോയ്. ഇന്ന് എൻ്റെ കുട്ടീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഡോണറ്റാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വാം മിൽക്കാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈസ്റ്റ് ആഡ് ചെയ്യാം. ഒരു 1.5 ടീസ്പൂണാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയും കുറച്ച് ബട്ടറാണ്. ബട്ടർ ഞാൻ നേരത്തെ എടുത്തു വെച്ചത് കൊണ്ട് മെൽറ്റായി വരുന്നതാണ്. അതും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് മൈദാപ്പൊടിയാണ്. അപ്പം അത് കുറേശ്ശെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും കട്ടയൊന്നും വരാതെ ഞാനതിനും കുഴച്ചെടുക്കാമെന്ന് കാണിക്കുന്നൊന്നും ഇല്ല അത്രയ്ക്കൊന്നും. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പം ഇത് ഞാൻ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് എടുക്കണം. കൗണ്ടർ ടോപ്പിലോ ചപ്പാത്തി പലകയിലോ എങ്ങനെയാണേലും കുഴപ്പമില്ല. പിന്നെ ഇനി നമ്മളൊരു ബൗളിലേക്ക് കുറച്ചൊരു എണ്ണയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെല്ലാം കൊടുത്തിട്ട് ഇത് നമ്മളിനി ഒന്ന് റെസ്റ്റിന് വെക്കുവാണ്. ഒരു 10 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആകും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഡോണറ്റ്. ലുലുവിലൊക്കെ ചെന്നാൽ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ രണ്ടാൾക്കും. ഞാനങ്ങനെ വാങ്ങിക്കൊടുക്കാറില്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കും. അപ്പം വിചാരിച്ചു വന്നാൽ ഒരു വീഡിയോ ആക്കി അങ്ങ് എടുത്തേക്കാവുന്നു. ഇനി ഒരു 10 മിനിറ്റ്സ് കഴിയട്ടെ. നോക്കിക്കേ, ഇപ്പം സൈസൊക്കെ വലുതായി. കണ്ടോ, നല്ല സോഫ്റ്റ് അല്ലേ? അപ്പോൾ ഡോണറ്റ് നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ മാവെല്ലാം കുഴച്ച് വെക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ലാസ്റ്റിലാകുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. നന്നായിട്ട് നമ്മൾ എപ്പോഴും നന്നായിട്ട് കുഴച്ച്, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോഴല്ലേ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ ബണ്ണായാലും ഡോണറ്റ് ആയാലും ഒക്കെ. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനുള്ള ഒരു ഷേപ്പറൊക്കെ കിട്ടും നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് വെച്ചിട്ട് ഞാനൊരു ഷേപ്പാക്കി എടുത്തത്. എന്താ, അതുപോലെ എല്ലാം നമ്മളതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഡോണറ്റിൻ്റെ ഷേപ്പ് അറിയാമല്ലോ, അങ്ങനെ നമ്മൾ ഷേപ്പാക്കി എടുക്കുക. അപ്പം ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിത് കുക്ക് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്യണം. കൊക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ. അപ്പം നമുക്ക് ആദ്യത്തേത് ഓയിൽ നന്നായിട്ട് ചൂടായി. ഇനിയൊന്ന് നമുക്ക് ഇട്ട് നോക്കാം. ഡോണറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഉഴുന്നുവടയാണ്. നമ്മുടെ ഇന്ത്യക്കാരുടെ ഉഴുന്നുവടയുടെ ഷേപ്പും രീതിയൊക്കെയാണ്. പക്ഷേ പുറത്തുള്ളവർ ഡോണറ്റ് എന്ന് പറയും, നമ്മൾ ഉഴുന്നുവട എന്ന് പറയും. രണ്ടും രണ്ട് രീതിയാണെന്ന് മാത്രം. നമ്മുടെ ഉഴുന്നുവട കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ഡോണറ്റ് മൈദ ആയതുകൊണ്ട് കുറച്ച് അൺഹെൽത്തിയാണ്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, പെട്ടെന്നാണ്. കുക്കിംഗ് ടൈം ഒന്നും ഇല്ല, ഒരു 1 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാകും. അപ്പം ഞാൻ നന്നായിട്ട് ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഷുഗർ ഡോണറ്റാണല്ലോ റെഡിയാക്കുന്നത്. അപ്പം ഷുഗർ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചൂടോടെ തന്നെ നമ്മൾ ആ ഷുഗറിൻ്റെ പൊടിയിലേക്ക് ഇടുക. അപ്പം അന്നേരം അത് പെട്ടെന്ന് അതിലേക്ക് എല്ലാം ഒന്ന് അബ്സോർബ് ആവും. കണ്ടില്ലേ, നല്ല അടിപൊളി
എന്താണ് ഷുഗർ ഡോണറ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ ഇങ്ങനെ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഡോണറ്റും നല്ലതായിട്ട് ആക്കിയെടുക്കാം. ചോക്ലേറ്റ് സിറപ്പും ഇതെന്താണെങ്കിലും ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി എടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഷുഗർ ഡോണറ്റാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പം നന്ദുവിൻ്റെ ആഗ്രഹപ്രകാരം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായിരുന്നു, അത് മാത്രം ചെറുതായിട്ടൊന്ന് ഒഴിക്കുകയാണ്. കുറച്ചേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ടാണ് കുറച്ച് ഷുഗറൊക്കെ ഒന്ന് പുറത്തിട്ടിട്ട്. അപ്പം നമ്മുടെ ഷുഗർ ഡോണറ്റ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും തരണം കേട്ടോ.